Hello everyone, welcome to my kitchen. ഇന്ന് ഞാൻ ആടി വെള്ളി ദിവസം സ്പെഷ്യൽ ലഞ്ച് എന്തോ ഉണ്ടാക്കി ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ മത്തങ്ങപ്പയർ എരിശ്ശേരി, പിന്നെ ഉണ്ണിത്തണ്ട് ഉപ്പേരി, ചോറും പിന്നെ പായസം എങ്ങനെ ഉണ്ടാക്കി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. സോ ആദ്യം ഉണ്ണിത്തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് നാർ അങ്ങോട്ട് എടുത്ത് മാറ്റാം. ചെറുതായിട്ട് കട്ട് ചെയ്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിങ്ങനെ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു ചീഞ്ചട്ടി എടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, ഉഴുന്നും പിന്നെ കടലപ്പരിപ്പും താളിച്ചിട്ട് പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ട് തളിച്ചിട്ട് ഉണ്ണിത്തണ്ട് അതിലിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുക. ഇത് പെട്ടെന്ന് വേവും, 10 മിനിറ്റ്സിൽ നമുക്കത് വേവും. ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇതിന് അരയ്ക്കാനുള്ളത് ചെറിയ ഉള്ളി, കറി ലീഫ്, ഗ്രീൻ ചില്ലിയും പിന്നെ തേങ്ങ ഇട്ടിട്ട് കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഉണ്ണിത്തണ്ട് വെന്ത ശേഷം ഇത് അതിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പേരി വേഗം നമുക്ക് റെഡിയാവും. ചെറുതായിട്ട് കട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല വേഗം വേവും. സോ ഉപ്പേരി റെഡിയായി. പിന്നെ മത്തങ്ങ പയർ എരിശ്ശേരിന് പയർ ഞാൻ 1 കപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചു. പിന്നെ ഒരു 1/4 കിലോ മത്തങ്ങ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു. അത് സിമ്മിലാക്കിയിട്ട് വെള്ളം ഇട്ടിട്ട് സിമ്മിലാക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് അടച്ചു വെച്ചാൽ മതി, വേഗം വേവും. പിന്നെ ഇവിടെ മത്തങ്ങ ഇവിടെ വേണമെങ്കിൽ തേങ്ങ ജീരകം അരച്ചിടാം. ഞാൻ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തു. അതിന് പകരം ഞാൻ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഇട്ടു, കടുകും മുളകും പിന്നെ കറി ലീഫും താളിച്ചിട്ട് തേങ്ങ അതിൽ വറുത്തിട്ടു. തേങ്ങ നന്നായിട്ട് അതൊന്ന് കളർ മാറേണ്ട വരയ്ക്ക് അതൊന്ന് വറുത്തിട്ടിട്ട് ഈ വേവിച്ചത് മത്തങ്ങയും പയറും അതിലിട്ടിട്ട് ഒന്നങ്ങോട്ട് വെള്ളം ഇട്ടിട്ട് അത് കൺസിസ്റ്റൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നല്ല ടേസ്റ്റ് ഉള്ള കൂട്ടാനാണ്. തേങ്ങ വേണമെങ്കിൽ അരച്ചെടുക്കാം, ഞാൻ അരച്ചിട്ടില്ല. സോ മത്തങ്ങ പയർ എരിശ്ശേരി റെഡിയായി. പിന്നെ പായസത്തിന് ഇവിടെ 1 കപ്പ് അരിന്ന് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും പിന്നെ ചെറുപയറും ഓൾറെഡി 1 അവർ ഞാൻ കുതിർത്തിട്ടിട്ട് വേവിച്ച് വെച്ചു. സോ നന്നായിട്ട് ഇത് ബോയിലായി. പിന്നെ ഒരു 1 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളം ഞാനത് ഓൾറെഡി ഞാൻ ഫിൽറ്റർ ചെയ്ത് വെച്ചു. സോ കുക്കറിൽ അതിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യാൻ നന്നായിട്ട്. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ പായസം ഇവിടെ റെഡിയായി. ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വാട്ടറി ആയിട്ട് തിക്ക് മിൽക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ കാഷ്നട്ട് റേസിൻസും നെയ്യിൽ വറുത്തിട്ട് ഇടാം. സോ നല്ല ടേസ്റ്റ് ഉള്ള ലഞ്ച് മെനു ആണ്. സോ ഉണ്ണിത്തണ്ട് ഉപ്പേരിയും പിന്നെ മത്തങ്ങപ്പയർ എരിശ്ശേരിയും പിന്നെ പായസം പിന്നെ ചോറ്. സോ ഈ ലഞ്ച് മെനു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.